Good morning, dear students. Today we are going to discuss the mechanics and conventions of writing, mainly the rules of punctuations in English and different style guides and the uses. In order to make your reader understand your message, it is essential for you to write meticulously following the punctuation rules. Wrong use of punctuation is one of the main reasons for miscommunication in written works. The meaning of a sentence depends on where the punctuation is placed. That is, നമ്മൾ സ്പോക്കൺ ഫോമിൽ പോസ് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പങ്ക്ച്വേഷൻസിന് റിട്ടൺ ഫോമിൽ. അതായത് തെറ്റായി നമ്മൾ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്കമ്മ്യൂണിക്കേഷന് വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പങ്ക്ച്വേഷൻ ഉപയോഗിച്ചേ തീരും. Then, according to Lynn Truss, punctuation marks are the traffic signals of language. They tell us to slow down, notice this, take a detour and stop. That is, Lynn Truss പറയുന്നത് പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത് ട്രാഫിക് സിഗ്നൽസ് ആണ്, ലാംഗ്വേജിൻ്റെ ട്രാഫിക് സിഗ്നൽസ് ആണ്. അതായത് ഈ പങ്ക്ച്വേഷൻസ് ആണ് നമ്മളോട് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുന്നു, അതുപോലെ തന്നെ നോട്ടീസ് ദിസ്, നോട്ടീസ് ദാറ്റ് രീതിയിലൊക്കെ നമ്മളോട് പറയുന്നത് കൊണ്ട് നമുക്ക് പങ്ക്ച്വേഷനെ ലാംഗ്വേജിൻ്റെ ട്രാഫിക് സിഗ്നൽസ് ആയിട്ട് പരിഗണിക്കാം എന്നും അദ്ദേഹം പറയും. അതുപോലെ തന്നെ ഹിയർ ആർ സം പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് ഹൗ റോങ് പങ്ക്ച്വേഷൻ ചേഞ്ചസ് ദി മീനിങ്. അതായത് ഈ റോങ് പങ്ക്ച്വേഷൻ, തെറ്റായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് നമ്പർ 95 കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ടൈപ്പ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ് പാ, ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ് പാ. രണ്ടും മീനിങ് വ്യത്യാസമുണ്ട്. ഒരേ സെൻറ്റൻസ് ആണ്, പക്ഷേ പങ്ക്ച്വേഷൻ ഉപയോഗിച്ചെടുത്ത് മാത്രം പ്രശ്നങ്ങളുള്ളൂ. അതുപോലെ തന്നെ എ വുമൺ വിതൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. ആ സെൻറ്റൻസിനെ സെയിം വേർഡ്സ് തന്നെയാണ്, പക്ഷെ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. എ വുമൺ വിതൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. മീനിങ്, ഒരു സ്ത്രീ വിതൗട്ട് ഹെർ, അവളില്ലാതെ, മാൻ ഈസ് നത്തിങ്, അതായത് പുരുഷൻ ഒന്നുമല്ല എന്നുള്ളത്. അതേ സെൻറ്റൻസിന് പങ്ക്ച്വേഷൻ ഡിഫറെൻ്റ് ആക്കി കൊടുത്തിരിക്കുന്നത് നോക്കൂ. എ വുമൺ വിതൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. ഒരു സ്ത്രീ അവളുടെ പുരുഷനില്ലാതെ ഒന്നുമല്ല. രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമുക്ക് നൽകുന്നത്. സെൻറ്റൻസ് സെയിം ആണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പങ്ക്ച്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. റോങ് ആയിട്ട് നമ്മൾ പങ്ക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ്ങിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെ വരുന്നുണ്ട്. സോ പങ്ക്ച്വേഷൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് യുവർ റൈറ്റിംഗ് ക്ലിയർ ആൻഡ് ആക്യുറേറ്റ്. അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ നമ്മുടെ റൈറ്റിങ്ങിനെ ക്ലിയർ ആക്കാൻ, ആക്യുറേറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പങ്ക്ച്വേഷൻ. അതുപോലെ തന്നെ റോങ് യൂസ് ഓഫ് പങ്ക്ച്വേഷൻ ഈസ് ഓഫൺ ലുക്ക്ഡ് ആസ് എ സൈൻ ഓഫ് ഇംപെർഫെക്റ്റ് എഡ്യൂക്കേഷൻ. അതായത് ഇംപെർഫെക്റ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു സൈൻ ആയിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുന്നുണ്ട്. റോങ് യൂസ് ഓഫ് പങ്ക്ച്വേഷനെ കണക്കാക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പങ്ക്ച്വേഷനിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ദ പങ്ക്ച്വേഷൻ മാർക്സ് ദാറ്റ് ആർ quite essential in achieving perfect in academic writing include comma, colon, semicolon, period, brackets, dash, hyphen, parenthesis and quotation marks. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പങ്ക്ച്വേഷൻസ് മാർക്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് കോമ പരിചയപ്പെടാം. കോമാസ് ആർ ദി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പങ്ക്ച്വേഷൻ മാർക്സ്. അതായത് പലപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻ മാർക്സ് ആണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻ മാർക്സ് ആണ് കോമ. ഇൻ റൈറ്റിംഗ് യൂസ് ഓഫ് കോമ ടെൽസ് ദ റീഡർ ടു പോസ് ഓർ ദ വേർഡ് പ്രിസീഡിംഗ് ദ കോമ ഈസ് പാർട്ട് ഓഫ് എ ലിസ്റ്റ്. ദാറ്റ് ഈസ് ഹിയർ ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺ റൂൾസ് ഫോർ യൂസിങ് കോമ. അതായത് കോമ ഉപയോഗിക്കാൻ സാധാരണയായി പറയുന്ന ചില റൂൾസ് ആണ്. നോക്കൂ, ഫസ്റ്റ് വൺ, ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി വേർഡ് ഓർ ഫ്രേസ്. അതായത് ഒരു ഇൻട്രൊഡക്ടറി വേർഡിനോ അതല്ലെങ്കിൽ ഫ്രേസിനോ ശേഷം നമുക്ക് കോമ ഉപയോഗിക്കാം. ഇപ്പോൾ എന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ടു ബിഗിൻ വിത്ത്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ പർപ്പസ് ഓഫ് മൈ ട്രിപ്പ്. ഓക്കെ, ടു ബിഗിൻ വിത്ത്, ദർ ഇസ് എ കോമ. ഓക്കെ, ദെൻ അനദർ യൂസ് ഈസ് ദ ടു ലിസ്റ്റ് നൗൺസ് ഇൻ എ സെൻറ്റൻസ്. അതായത് ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്.
ഒരു സെൻറ്റൻസിലെ നൗൺസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കോമ ഉപയോഗിക്കും. ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ, ബെറീസ്, ഗോവ, ആപ്രിക്കോട്ട്സ്, പിയർ, കിവി ആൻഡ് പീച്ച് ആർ കൺസിഡേർഡ് സ്യൂട്ടബിൾ ടു മാനേജ് ബ്ലഡ് ഷുഗർ. കണ്ടില്ലേ, ഓരോ ഐറ്റംസിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോമ വെച്ചിട്ടാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു യൂസ് ആണ് ടു ലിസ്റ്റ് കോർഡിനേറ്റിംഗ് അഡ്ജക്റ്റീവ്സ്. അതായത് കോർഡിനേറ്റിംഗ് അഡ്ജക്റ്റീവ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന്, അതായത് എ ചെയിൻ ഓഫ് അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ നൗൺ. ഇതൊരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ്, എ ചെയിൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. നോക്കൂ, ദ ലോങ് tedious session on new tax reforms did not produce the desired effects. അവിടെ the long tedious session. So അപ്പോൾ അവിടെ കോമ ഉപയോഗിച്ചിരിക്കുന്നു. Then next, to separate two independent clauses or complete thoughts in a compound sentence connected by and, but, for, or, nor, so, it. അത് നമ്മൾ പഠിച്ചാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണെന്നുള്ളത്. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ക്ലോസുകളെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും, മെയിൻ ക്ലോസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഫ് ദേ ആർ കണക്റ്റഡ്, ദ കോമ്പൗണ്ട് സെൻറ്റൻസ് കണക്റ്റഡ് ബൈ ആൻഡ്, ബട്ട്, ഫോർ, ഓർ, നോട്ട്, സോ, എറ്റ് അല്ലേ. അതായത് ഇതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത കോമ്പൗണ്ട് സെൻറ്റൻസിനെയോ അല്ലെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെയോ സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ കോമ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കോമ ക്യാൻ ബി ഒമിറ്റഡ്. ഇത്തരം സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് കോമയെ ഒഴിവാക്കാം. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദ സെൻറ്റൻസ് ഈസ് ഷോർട്ട്, സെൻറ്റൻസ് ഷോർട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് കോമ ഒമിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഇഫ് ദ മീനിങ് ഈസ് ക്ലിയർ വിത്തൗട്ട് കോമ, കോമ ഇല്ലാതെ തന്നെ നമുക്ക് മീനിങ് ക്ലിയർ ആണ്, സെൻറ്റൻസ് ഷോർട്ടാണ്, ഇങ്ങനെയാണെങ്കിൽ ഇത്തരം സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് കോമയെ ഒഴിവാക്കാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ടു സെപ്പറേറ്റ് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഇൻ എ സെൻറ്റൻസ്. അതായത് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സ്, അതായത് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വാക്കുകൾ, അതായത് ആ ഒരു വേർഡ് ഇല്ലാന്നുണ്ടെങ്കിലും എന്താണ് മീനിങ് കംപ്ലീറ്റ് ആണ്. അപ്പം അത്തരം വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കോമ ഉപയോഗിക്കാം. മീനിങ് നോക്കൂ, ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നു, ദ ഫേമസ് കമ്പോസർ മൊസാർട്ട് ഈസ് നോൺ ഫോർ ഹിസ് സിംഫണീസ്. കണ്ടില്ലേ, ദ ഫേമസ് കമ്പോസർ ഈസ് നോൺ ഫോർ ഹിസ് സിംഫണീസ്, ദാറ്റ്സ് കറക്റ്റ്. ബട്ട് Mozart is given. Mozart is given. That is the name of that famous composer. Okay, so the famous composer Mozart is known for his symphonies. അപ്പോൾ വിത്തൗട്ട് മൊസാർട്ട് ഇല്ല എന്നുണ്ടെങ്കിലും എന്തുതന്നെയാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് വളരെ ക്ലിയർ ആണ്, കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കൂ, ടു സെറ്റ് ഓഫ് എ കോട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് എ സെൻറ്റൻസ്. അതായത് കൊട്ടേഷൻസിനെ സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൊട്ടേഷൻസ്, മറ്റുള്ളവരുടെ വേർഡ്സൊക്കെ നമ്മൾ പലയിടത്തും നമ്മുടെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബാക്കി വരുന്ന സെൻറ്റൻസിൽ നിന്നും ആ ഒരു കൊട്ടേഷനെ വേർതിരിച്ച് നിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ കോമ ഉപയോഗിക്കുന്നു. അപ്പോൾ കോമയുടെ യൂസേജസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഒന്നുകൂടി വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഇൻട്രൊഡക്ടറി വേർഡ്സിന് ശേഷം, അതുപോലെ തന്നെ നൗൺസിനെ സെൻറ്റൻസ്, ലിസ്റ്റ് നൗൺസിനെ സെൻറ്റൻസിലെ നൗൺസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് അഡ്ജക്റ്റീവ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ സെപ്പറേറ്റ് ഇൻട്രപ്റ്റിംഗ് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ടു സെറ്റ് ഓഫ് എ കോട്ട് ഫ്രം ദി റെസ്റ്റ് ഓഫ് എ സെൻറ്റൻസ്. അപ്പോൾ ഇത്രയും യൂസേജസ് കോമയ്ക്ക് വരുന്നതാണ്. നെക്സ്റ്റ് ആണ് സെമി കോളൻ. Semicolon. A semicolon indicates a pause or a break in a sentence which is longer than a comma but shorter than a period. അതായത് ഒരു കോമയേക്കാൾ ലോങ്ങർ ആണ്, അതുപോലെ തന്നെ ഒരു പീരീഡിനേക്കാൾ ഷോർട്ടറും ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, സെമികോളൻ എന്ന് പറയുന്നത്. അതായത് പീരീഡ് മീൻസ് ഫുൾ സ്റ്റോപ്പിൻ്റെയും അതുപോലെ തന്നെ കോമയുടെയും ഇടയിൽ വരുന്ന ഒരു സംഭവമാണ് സെമികോളൻ എന്ന് പറയുന്നത്. ദെൻ usually semicolons separate two closely related independent clauses in a sentence. അതായത് സാധാരണയായിട്ട് സെമികോളൻ സെപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ, ഇവരെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേ ആർ ഓൾസോ യൂസ്ഡ് ടു റീപ്ലേസ് കോമാസ് ഇൻ എ സീരീസ്. അതുപോലെ തന്നെ കോമയെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി, കോമയ്ക്ക് പകരമായിട്ട് നമ്മൾ പലപ്പോഴും സെമികോളൻ ഉപയോഗിക്കാറുണ്ട്. ദ മെയിൻ യൂസസ് ഓഫ് എ സെമികോളൻ ഇതൊക്കെയാണെന്ന് നോക്കാം. ടു കമ്പൈൻ ടു ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട്
ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെമിക്കോളൻ ഉപയോഗിക്കാം. വെൻ ഇറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് ബൈ എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. പക്ഷെ അവിടെ ഒരു സംഭവം പറയുന്നത് അതിനെന്ത് ചെയ്യാൻ പാടില്ല, കോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് കണക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാത്ത സെൻറ്റൻസുകളാണെന്നുണ്ടെങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണെന്നുണ്ടെങ്കിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ സെമിക്കോളൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് വെൻ ദ ഐറ്റംസ് ആർ ഫ്രേസസ്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കോമ ഉപയോഗിക്കാം എന്നുള്ളത്. പക്ഷെ അതേസമയം ഈ ഐറ്റംസ് ഫ്രേസസോ അതല്ലെങ്കിൽ വൺ ഓഫ് ദ ഐറ്റംസ് ഇൻക്ലൂഡ്സ് എ കൺജങ്ഷൻ ഓർ എ കോമ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഒരു കൺജങ്ഷനോ അതല്ലെങ്കിൽ ഒരു കോമയോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെമിക്കോളൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊക്കെ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. യു ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ദെൻ എ സെമിക്കോളൻ ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് എ പീരീഡ്. അതുപോലെ തന്നെ ഒരു സെമിക്കോളൻ നിങ്ങൾക്ക് ഒരു പീരീഡിന് പകരമായിട്ട്, ഒരു ഫുൾ സ്റ്റോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇഫ് ദ റൈറ്റർ വിഷസ് ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ലിങ്ക്ഡ് സെൻറ്റൻസസ് ഇൻ എ പാരഗ്രാഫ്. അതായത് സെൻറ്റൻസിലെ ലിങ്ക്ഡ് സെൻറ്റൻസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ റൈറ്റർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പീരീഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടും സെമിക്കോളൻ ഉപയോഗിക്കാവുന്നതാണ്. Then the word however comes after a semicolon or a period and it is followed by a comma. അതുപോലെ തന്നെ however എന്നുള്ള വേർഡ് അത് വരുന്നതും ഒരു സെമിക്കോളന് ശേഷമോ അതല്ലെങ്കിൽ ഒരു പീരീഡിന് ശേഷമോ ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ കോമ. അപ്പം അതിനെ ഫോളോ ചെയ്ത് ഒരു കോമയും വരാം എന്നുള്ളതാണ്. അപ്പോൾ however എന്നുള്ള വേർഡിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ ഇറ്റ് കംസ് ആഫ്റ്റർ എ സെമിക്കോളൻ. however എന്നുള്ള വേർഡ് വരുന്നത് ഒരു സെമിക്കോളന് ശേഷമായിരിക്കും, അതല്ലെങ്കിൽ ഒരു പീരീഡിന് ശേഷമായിരിക്കും. അവിടെയും പീരീഡോ സെമിക്കോളനോ ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും യൂസേജസ് ആണ് സെമിക്കോളന് പറയുന്നത്. അതായത് രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് വെൻ ദ ഐറ്റംസ് ആർ ഫ്രേസസ്. ദെൻ നെക്സ്റ്റ് സെമിക്കോളൻ ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് എ പീരീഡ്. ഒരു പീരീഡിന് പകരമായിട്ട് വെക്കാം. അതുപോലെ തന്നെ however എന്നുള്ള വേർഡിൻ്റെ മുമ്പ് സെമിക്കോളൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും യൂസേജസ് ആണ് സെമിക്കോളന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് കോളൻ. സോ കോളൻസ് ആർ ഓഫൺ യൂസ്ഡ് ടു ഇൻ informal and informal context. According to grammar rules, colons are used in the following. അതായത് കോളൻസ് നമുക്ക് ഫോമൽ സെറ്റിങ്സിലും അതുപോലെ തന്നെ ഇൻഫോർമൽ സെറ്റിങ്സിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടേക്കാണെന്ന് നോക്കാം. ടു സെപ്പറേറ്റ് ടു ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് വേർ ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസേഴ്സ് ഓർ എക്സ്പ്ലെയിൻ ദ സെക്കൻഡ്. അതായത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോളൻ ഉപയോഗിക്കാവുന്നതാണ്. വേർ ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസേഴ്സ് ഓർ എക്സ്പ്ലെയിൻസ് ദ സെക്കൻഡ്. അതായത് അവിടെ എന്ത് പ്രത്യേകത, എന്താ, ആദ്യത്തേത് രണ്ടാമത്തേതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് ഇൻ ദുബായ്, ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ്. കണ്ടോ, ദുബായ്ക്കും ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ് അതിനിടയ്ക്കും ഒരു കോളൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് ഇൻ ദുബായ്, ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ്. ദാറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ് എക്സ്പ്ലെയിൻസ് ദുബായ്. So colon is used. Then next, to start a list of items. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കോളൻ ഉപയോഗിക്കാം. ആ കാര്യം പറയുന്നത് ഫോളോയിങ് ഹോളി ബുക്സ് വർ മെൻഷൻഡ് ഇൻ ദി എസ്സേ. കോളൻ കൊടുത്തിരിക്കുന്നു. ന്യൂ ടെസ്റ്റമെൻറ്റ്, ഭഗവത്ഗീത, ഹോളി ഖുറാൻ, എക്സെട്ര. സോ ടു സ്റ്റാർട്ട് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. നെക്സ്റ്റ് യൂസ് നോക്കൂ. ടു ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി സ്ട്രക്ചർ ഓഫ് ദി മെയിൻ സെൻറ്റൻസ്. അതായത് ഒരു കൊട്ടേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദാറ്റ് കൊട്ടേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് ദി മെയിൻ സെൻറ്റൻസ്. അതായത് യഥാർത്ഥ സെൻറ്റൻസിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു കൊട്ടേഷനാണ്. അപ്പോൾ അത്തരം കൊട്ടേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോളൻ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ടു സെപ്പറേറ്റ് ടൈറ്റിൽ ഫ്രം സബ് ടൈറ്റിൽ. അതായത് ഒരു ടൈറ്റിലിനെ സബ് ടൈറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോളനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഡിസിൻഹെറിറ്റിംഗ് ദ ഗ്ലോബ്, ട്രാജിക് കണ്ടീഷൻസ് ഇൻ ഷേക്സ്പിയർ. കണ്ടില്ലേ, ഡിസിൻഹെറിറ്റിംഗ് ദ ഗ്ലോബ്, കോളൻ, ട്രാജിക് കണ്ടീഷൻസ് ഇൻ
ഷേക്സ്പിയർ. അപ്പോൾ ഇത്രയും യൂസേജസ് ആണ് കോളന് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളിൽ നമുക്ക് കോളൻ ഉപയോഗിക്കാം. ടു സെപ്പറേറ്റ് ടു ഇൻഡിപെൻഡന്റ് ക്ലോസസ് where the first introduces or explains the second, then next to start a list of items, then to introduce quotations, then to separate title from subtitle. അപ്പോൾ ഇത്രയും യൂസേജസ് ആണ് കോളന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഡബിൾ കൊട്ടേഷൻ മാർക്ക്. അടുത്ത പങ്ക്ച്വേഷൻ ആണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക്. ഇൻ അക്കാദമിക് റൈറ്റിംഗ്, double inverted commas or quotation marks are generally used to present a material directly taken from a source. They are also used to set off titles of essays, poems and stories. അതായത് സാധാരണയായിട്ട് ഇൻവേർട്ടഡ് കോമ അതല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്സ്, ഡബിൾ കൊട്ടേഷൻ മാർക്സ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ടു പ്രസന്റ് എ മെറ്റീരിയൽ ഡയറക്ട്ലി ടേക്കൺ ഫ്രം എ സോഴ്സ്. അതായത് ഒരു സോഴ്സിൽ നിന്ന്, ഒരു റിസോഴ്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക് അതല്ലെങ്കിൽ ഇൻവെർട്ടഡ് കോമ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ടൈറ്റിൽസ് ഓഫ് എസ്സേ അതല്ലെങ്കിൽ പോയിംസ്, സ്റ്റോറീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാറുണ്ട്. ദെൻ കൊട്ടേഷൻ മാർക്സ് ഹെൽപ്സ് യു ഡിഫറൻഷിയേറ്റ് ഐഡിയാസ് ഓർ വേർഡ്സ് ഓഫ് അതർ ഫോംസ് ഫ്രം യുവർ ഓൺ ഐഡിയാസ്. അതുപോലെ തന്നെ കൊട്ടേഷൻ മാർക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഐഡിയാസിനെ മറ്റുള്ളവരുടെ ആശയങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡബിൾ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഐഡിയാസ് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും തമ്മിൽ വേർതിരിച്ച് നിർത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാം, അതായത് മറ്റുള്ളവരുടെ ഐഡിയയിൽ നിന്ന് നമ്മുടെ ഐഡിയയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ കൊട്ടേഷൻ മാർക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ to set off titles of essays, journal and magazine articles, poems and short stories. അതുപോലെ തന്നെ മറ്റു എസ്സേസിൻ്റെ, അതായത് എസ്സേസിൻ്റെ അല്ലെങ്കിൽ ജേർണലിൻ്റെ, മാഗസിൻ ആർട്ടിക്കിൾ, പോയിംസ്, ഷോർട്ട് സ്റ്റോറീസ് ഇതിൻ്റെയൊക്കെ ടൈറ്റിൽസിനെ ഒരു സെൻറ്റൻസിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഡബിൾ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡബിൾ കൊട്ടേഷൻ മാർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ മാർക്സ് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഹെഡിങ്സ്, അതായത് പോയിംസിൻ്റെ, സ്റ്റോറീസിൻ്റെ, നോവൽസിൻ്റെ, ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒക്കെ ഹെഡിങ്സ് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആശയത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയത്തിൽ നിന്ന് നമ്മുടെ ആശയത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്. The single quotation mark becomes handy when you introduce a word or phrase as a technical term and when you use a word as a word. Besides, if you want to show a chord within a chord, you can show the first chord in double inverted comma and the chord within in single inverted comma. അതായത് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് when you introduce a word or phrase as a technical term. ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് നിങ്ങളൊരു പുതിയ വേർഡിനെ അതല്ലെങ്കിൽ ഒരു ഫ്രേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാം. അതായത് ഇഫ് യു വാണ്ട് ടു ഷോ എ കോട്ട് വിതിൻ എ കോട്ട്, യു ക്യാൻ ഷോ ദ ഫസ്റ്റ് കോട്ട് ഇൻ ഡബിൾ ഇൻവെർട്ടഡ് കോമ ആൻഡ് ദി കോട്ട് വിതിൻ ഇൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ. അതായത് ഒരു എക്സാമ്പിൾ നോക്കൂ, ദ വേർഡ് എക്കോളജി വിതിൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ നോക്കൂ, ഡിറൈവ്സ് ഫ്രം ദി ഗ്രീക്ക് oikos മീനിങ് ഹൗസ് ഹോൾഡ് ഓർ പ്ലേസ് ടു ലിവ്. അതായത് ഇക്കോളജി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കോളജി എന്നുള്ള വേർഡും അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങും സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് യുവർ ബുക്ക്, പേജ് നമ്പർ 97 ലാസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ഇൻവെർട്ടഡ് കോമ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വേർഡിനെ പരിചയപ്പെടുത്താൻ, ഒരു ഫ്രേസിനെ പരിചയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഉപയോഗിച്ച ഒരു സെൻറ്റൻസിൽ വീണ്ടും ഇൻവെർട്ടഡ് കോമ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രേസിനെ അല്ലെങ്കിൽ സെൻറ്റൻസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഉപയോഗിക്കാം. ദെൻ എപ്പോസ്ട്രോഫി, അടുത്തതാണ് എപ്പിസ്ട്രോഫി. ദ മെയിൻ യൂസ് ഓഫ് എപ്പോസ്ട്രോഫി ഈസ് ടു ഇൻഡിക്കേറ്റ് എ കോൺട്രാക്ഷൻ ഓർ എ പൊസഷൻ. സാധാരണയായിട്ട് കോൺട്രാക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പൊസഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോസ്ട്രോഫി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കോൺട്രാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് കനോട്ട് എന്നുള്ളതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് കാൺട്ട്. ഐ ആം എന്നുള്ളതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ഐം. ആ രീതിയിൽ കോൺട്രാക്റ്റഡ് ഫോം. പിന്നെ പൊസഷൻ പൊസഷൻ മീൻസ് എന്താണ് പൊസഷൻ? അപ്പോൾ ബ്രദേഴ്സ് പെൻ, ബ്രദർ
ബ്രദറിൻ്റെ. അപ്പോൾ അതാണ് പൊസഷനെ കാണിക്കുന്നത്. സോ അപ്പോസ്ട്രോഫി ഈസ് ഓൾസോ യൂസ്ഡ് ടു ഫോം ദ പ്ലൂരൽ ഓഫ് എ നമ്പർ, ലെറ്റർ, സിമ്പിൾ, അബ്രീവിയേഷൻ ഓർ എ വേർഡ് പ്രസൻറ്റഡ് ആസ് എ വേർഡ്. അതായത് അപ്പോസ്ട്രോഫി നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂരൽ ഫോമിൽ, പ്ലൂരൽ ഓഫ് എ നമ്പർ, ലെറ്റർ, സിമ്പിൾ, അബ്രീവിയേഷൻ ഓർ എ വേർഡ് പ്രസൻറ്റഡ് ആസ് എ വേർഡ്, ആൻഡ് ടു ഇൻഡിക്കേറ്റ് സം ഒമിറ്റഡ് ലെറ്റേഴ്സ് ഇൻ ഇൻഫോർമൽ റൈറ്റിംഗ്. അതുപോലെ തന്നെ ഇൻഫോർമൽ റൈറ്റിങ്ങിൽ ഒരുപാട് ഒമിറ്റഡ് ലെറ്റേഴ്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ഓവർ എന്നുള്ള വേർഡിനെ നമ്മൾ എങ്ങനെ എഴുതും? OVER എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? O ഇട്ടിട്ട് ER, V നമ്മൾ കട്ട് ചെയ്തിട്ട് എഴുതാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്തരം സെൻറ്റൻസുകൾ അല്ലെങ്കിൽ അത്തരം വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒഴിവാക്കാറുണ്ട്. അതായത് സ്പെല്ലിങ്ങിനെ കട്ട് ചെയ്തിട്ട് അത് പകരം അപ്പോസ്ട്രോഫി കൊടുക്കും. അതായത് കോൺട്രാക്റ്റഡ് ഫോം തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഒക്കെ അപ്പോസ്ട്രോഫിയുടെ ഉപയോഗങ്ങളാണ്. ദെൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺട്രാക്റ്റഡ് ഫോംസ് ആർ നോട്ട് എൻകറേജ്ഡ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിങ്ങിൽ എന്തില്ല? കോൺട്രാക്റ്റഡ് ഫോംസിനെ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൊസസീവ് ഫോംസ് ഓഫ് പേഴ്സണൽ പ്രോനൗൺസ് ഇറ്റ് ഡു നോട്ട് ടേക്ക് അപ്പോസ്ട്രോഫീസ്. അതുപോലെ തന്നെ പൊസസീവ് ഫോംസ് നമ്മുടെ പേഴ്സണൽ പ്രോനൗൺസ് അറിയുന്നതാണ്. അപ്പോൾ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ പൊസസീവ് അല്ലെങ്കിൽ അതിൻ്റെ പൊസസീവ് ഫോംസ് എന്ന് പറയുന്നത് മൈൻ അല്ലേ. മൈ എന്നുള്ള പേഴ്സണൽ പ്രോനൗണിൻ്റെ പൊസസീവ് ഫോമാണ് മൈൻ. അതുപോലെ തന്നെ യു, യുവേഴ്സ്, ദെൻ ഹി, ഹിസ്, ഷീ, ഹേഴ്സ്, ദെൻ വി, അവേഴ്സ്, ദേ, ദയേഴ്സ്, ഇറ്റ്സ് എക്സെട്ര. They are do not take apostrophes. അതായത് ഇവകളൊന്നും എന്ത് ചെയ്യില്ല? അപ്പോസ്ട്രോഫി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പോസ്ട്രോഫിയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കോൺട്രാക്റ്റഡ് ഫോംസിലും അതുപോലെ തന്നെ പൊസഷനെ കാണിക്കാനാണ് സാധാരണയായിട്ട് അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുള്ളത്. പക്ഷേ കോൺട്രാക്റ്റഡ് ഫോംസ് നമ്മൾ സാധാരണയായിട്ട് അക്കാദമിക് റൈറ്റിങ്ങിൽ എൻകറേജ് ചെയ്യുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. നെക്സ്റ്റ് പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ്സ്. പാരന്തസിസ് മീൻസ് ബ്രാക്കറ്റ്സ്. സാധാരണയായിട്ട് ബ്രാക്കറ്റ് നമുക്ക് അത്രയും യൂസേജ് ഉള്ളതല്ല, എന്നിരുന്നാലും ജസ്റ്റ് നോക്കാം. ആസ് എ ജനറൽ പങ്ക്ച്വേഷൻ മാർക്സ്, parentheses are used to set off an information which is non-essential to the meaning of the sentence. അതായത് പാരന്തസിസ് സാധാരണയായിട്ട് മീനിങ്ങിലൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും it is also used to expand or clarify the preceding or following information. സാധാരണയായിട്ട് പാരന്തസിസ് ഉപയോഗിക്കുന്നത് മുന്നേ തന്നിരിക്കുന്ന ഇൻഫർമേഷനോ അതല്ലെങ്കിൽ ശേഷം തന്നിരിക്കുന്ന ഇൻഫർമേഷനോ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പാരന്തസിസ് യൂസ് ചെയ്യാറുള്ളത്. ടു എക്സ്പാൻഡ് അബ്രീവിയേഷൻ, അതല്ലെങ്കിൽ അബ്രീവിയേഷൻസിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് ടു ഇൻസേർട്ട് ഡേറ്റ്സ്, അതല്ലെങ്കിൽ ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു, ഇൻടെക്സ്റ്റ് സൈറ്റേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റെഫറൻസ് പഠിച്ച സമയത്ത്, ഇപ്പോൾ റെഫറൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് കൊടുക്കും. അപ്പോൾ അതിൽ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇൻ അക്കാദമിക് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് പാരന്തസിസ് ആർ യൂസ്ഡ് ടു ഗിവ് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ, ദ നെയിം ഓഫ് ദ ഓതർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പേജ് നമ്പർ എക്സെട്ര. അതായത് റെഫറൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പഠിച്ച സമയത്ത് ഓതറിൻ്റെ പേര്, അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഇയർ, അതുപോലെ തന്നെ പേജ് നമ്പർ, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ യൂസ് ചെയ്യാം എന്നുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് പാരന്തസിസ് അതല്ലെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തതാണ് ഡാഷ്. ഡാഷ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എം ഡാഷ്. ഇതിന് എം ഡാഷ് എന്നും വിളിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഇറ്റ് സ്ലൈറ്റ്ലി ഷോർട്ടർ വേർഷൻ എൻ ഡാഷ് ആൻഡ് ദ ഹൈഫൺ. അതായത് ഈ എം ഡാഷിൻ്റെ മറ്റൊരു വേർഷനാണ്, ചെറിയൊരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എൻ ഡാഷും അതുപോലെ തന്നെ ഹൈഫണും. ആൻഡ് എം ഡാഷ് ഈസ് 3 times ലോങ്ങർ ദാൻ ആൻ ഹൈഫൺ. ഓക്കെ, ഒരു ഹൈഫണേക്കാളും 3 times ലോങ്ങർ ദാൻ ആണ് ഏത്? എം ഡാഷ്. എം ഡാഷ് ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് എ കോളൻ. ഒരു കോളന് പകരമായിട്ട് വേണമെങ്കിൽ എം ഡാഷ് കൊടുക്കാം, അതല്ലെങ്കിൽ കോമയ്ക്ക് പകരമായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പാരന്തസിസിന് പകരമായിട്ടും നമുക്ക് എം ഡാഷ് കൊടുക്കാവുന്നതാണ്. കോളന് പകരം, കോമയ്ക്ക് പകരം, പാരന്തസിസിന് പകരം എം ഡാഷ് നമുക്ക് യൂസ് ചെയ്യാം.
യൂസിങ് എം ഡാഷ് ഇൻ ദ പ്ലേസ് ഓഫ് പാരന്തസിസ് ആൻഡ് കോമ ആർ കൺസിഡേർഡ് ലെസ് ഫോമൽ. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലെസ് ഫോമലായിട്ട് മാറും. അതായത് നിങ്ങളുടെ റൈറ്റിംഗ് മോർ ഫോമലാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് കോമയുടെ സ്ഥാനത്ത് കോമയും അതുപോലെ തന്നെ പാരന്തസിസ് ആണെങ്കിൽ പാരന്തസിസും കോളൻ ആണെങ്കിൽ കോളനും കൊടുക്കുന്നതായിരിക്കും നന്നാവുക. കൂടുതൽ ഫോമലാണ് എന്നുണ്ടെങ്കിൽ. ഇൻഫോമൽ ആണെന്നുണ്ടെങ്കിൽ there is no problem at all. Then em dashes can indicate a break in the flow of the sentence to give some additional information. അതായത് സാധാരണയായിട്ട് എം ഡാഷ് എന്ന് പറയുന്നത് can indicate a break in the flow of the sentence. അതായത് സെന്റൻസിലെ ഫ്ലോയിൽ ഒരു ബ്രേക്ക് വരികയും ഇതിനു വേണ്ടിയിട്ടാണ് to give additional information. അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എന്നുള്ളതാണ് ഈ എം ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു മേക്ക് യുവർ സെന്റൻസ് മോർ എംഫാറ്റിക്. അതായത് കൂടുതൽ എംഫാറ്റിക് ആക്കാനും അതായത് കൂടുതൽ സ്ട്രെസ് അതല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എം ഡാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇതിനൊരു എക്സാമ്പിൾ പറയാം. നോ സ്റ്റുഡൻറ്റ് നോട്ട് ഈവൻ ദ ലീഡർ ഓഫ് ദ സ്റ്റുഡൻറ് യൂണിയൻ വാസ് പ്രസന്റ് ടു റിസീവ് ദ ചീഫ് ഗസ്റ്റ്. കണ്ടില്ലേ ആ സെന്റൻസ് നോക്കൂ. നോ സ്റ്റുഡൻറ്റ് നോട്ട് ഈവൻ ദ ലീഡർ ഓഫ് ദ സ്റ്റുഡൻസ് യൂണിയൻ വാസ് പ്രസന്റ് ടു റിസീവ് ദ ചീഫ് ഗസ്റ്റ്. ഓക്കെ, അപ്പോൾ അതായത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. നോ സ്റ്റുഡൻറ്റ് വാസ് പ്രസന്റ് ടു റിസീവ് ദി ചീഫ് ഗസ്റ്റ്. ദാറ്റ്സ് ഇനഫ്. അത് മാത്രം മതി. പക്ഷേ അതിന് ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് നോ സ്റ്റുഡൻറ്റ്. അതിനുള്ള അഡീഷണൽ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. നോട്ട് ഈവൻ ദ ലീഡർ ഓഫ് ദ സ്റ്റുഡൻറ് യൂണിയൻ. സ്റ്റുഡൻറ് യൂണിയനിലെ ലീഡർ പോലും എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അഡീഷണൽ ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാഷിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഫൺ. Hyphen in compound words beginning with an adverb. Hyphen is used only if the adjective comes before the noun. അതായത് സാധാരണയായിട്ട് കോമ്പൗണ്ട് വേർഡ്സിൽ നമ്മൾ ഹൈഫൺ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വേർബിലും അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് നൗണിന് മുമ്പും വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഹൈഫണെ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിളാണ് ഇൽ ഫിറ്റിംഗ് ക്ലോത്ത്സ്. ഇൽ ഫിറ്റിംഗ് ക്ലോത്ത്സ്. ഇൽ adverb ആണ്. adverbിലാണ് തുടങ്ങുന്നത്. then ill fitting clothes. so noun ആണെന്ത്? ക്ലോത്ത്. അപ്പോൾ ക്ലോത്തിന് മുമ്പ് ഫിറ്റിംഗ് എന്നുള്ള അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. സോ ഫിറ്റിംഗ് ക്ലോത്ത്സ്. സോ അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഹൈഫൺ ഉപയോഗിക്കാം. ഇൽ ഫിറ്റിംഗ് ക്ലോത്ത്സ്. നെക്സ്റ്റ് യൂസ് നോക്കൂ. കോമ്പൗണ്ട് നമ്പേഴ്സ് ലെസ് ദാൻ 100 ആർ യൂഷ്വലി സ്പെൽഡ് വിത്ത് എ ഹൈഫൺ. സാധാരണയായിട്ട് 100-ന് താഴെ വരുന്ന 100-ന് താഴെ വരുന്ന കോമ്പൗണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഹൈഫൺ ഉപയോഗിച്ച് പറയാം. 75, 42 കണ്ടില്ലേ? 70 -5, 75, then 40-2, 42 കണ്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഹൈഫൺസ് ആർ യൂസ്ഡ് ബിറ്റ്വീൻ പ്രിഫിക്സ് ആൻഡ് എ പ്രോപ്പർ നൗൺ ആൻഡ് പ്രിഫിക്സ് ആൻഡ് എ നമ്പർ. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ നൗണിനും പ്രിഫിക്സിനും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഫൺ ഉപയോഗിക്കാം. ആൻറ്റി അമേരിക്കൻ അതായത് ഒരു പ്രിഫിക്സും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ നൗൺ അമേരിക്കൻ എന്നുള്ള പ്രോപ്പർ നൗണും തന്നിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഹൈഫൺ ഉപയോഗിക്കാം. ആൻഡ് പ്രിഫിക്സ് ആൻഡ് എ നമ്പർ. അതുപോലെ തന്നെ ഒരു പ്രിഫിക്സിനും അതുപോലെ തന്നെ ഒരു നമ്പറിനിടയിലും വേണമെങ്കിൽ നമുക്ക് ഹൈഫൺ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും യൂസേജസ് ആണ് ഹൈഫൺ പറയുന്നത്. അതായത് കോമ്പൗണ്ട് വേർഡ്സിലാണ് സാധാരണ ഹൈഫൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് ആഡ്വേർബിൽ തുടങ്ങുകയും അതുപോലെ തന്നെ നൗണിന് മുമ്പ് അഡ്ജക്റ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈഫൺ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 100-ൽ താഴെയുള്ള വേർഡ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അതിനെ കാണിക്കുന്നതിനും ഹൈഫൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രിഫിക്സും പ്രോപ്പർ നൗണിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹൈഫൺ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പീരീഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. കൺഫ്യൂഷൻസ് ഒന്നും കൂടുതൽ ഇല്ലാത്തൊരു ഏരിയയാണ്. ദ പീരീഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ സിംപ്ലസ്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക്. അതായത് സാധാരണയായിട്ട് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻ മാർക്കായിട്ട് പരിഗണിക്കുന്ന ഒന്നാണ് പീരീഡ്. പീരീഡ് ഫാൾസ് അറ്റ് ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്. അതായത് സാധാരണയായിട്ട് സെൻറ്റൻസിൻ്റെ എൻഡിലാണ് പീരീഡ് ഉപയോഗിക്കുന്നത്. സം ഓഫ് ദ റൂൾസ് ഓഫ് പീരീഡ് ആർ നോക്കൂ. പീരീഡ്സ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ there is no need of
ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പീരിയഡ്. എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക് ബട്ട് ആൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എൻഡ്സ് വിത്ത് എ പീരിയഡ്. അതും ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ പറയും ക്വസ്റ്റ്യൻസ് അല്ലേ, ക്വസ്റ്റ്യൻസ് എല്ലാം എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഫുൾ സ്റ്റോപ്പിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് an ellipsis. That means omission is indicated by a series of 3 periods. Ellipsis means omission after some years. 3 dots. Okay, that's all. അപ്പോൾ ഇത്രയും 3 ഡോട്ട്സ് അല്ലേ, 3 ഡോട്ട്സ് കാണിക്കുന്നത് എന്താണ്, ഒമിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഡോട്ട്സ് കൊടുക്കാറുണ്ട്. അതും പീരീഡ് ആയിട്ട് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ if a sentence ends with a parenthesis, the period is usually placed outside the parenthesis. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ് കൊടുക്കുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുക്കണോ അതോ ബ്രാക്കറ്റിനുള്ളിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കണോ എന്നുള്ളൊരു ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. If the parenthesis contains a full sentence, the period falls inside the parenthesis. അതായത് ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ഒരു ഫുൾ സെന്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് അതല്ലെങ്കിൽ പീരീഡ് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാവുന്നതാണ്. അതല്ല സെന്റൻസ് എൻഡ്സ് വിത്ത് എ പാരന്തസിസ്, അതായത് ഒരു പാരന്തസിസ് കഴിഞ്ഞാണ് സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദ പീരീഡ് ഈസ് യൂഷ്വലി പ്ലേസ് ഔട്ട്സൈഡ് ദി പാരന്തസിസ്. അങ്ങനെയാണെങ്കിൽ പാരന്തസിസ് കഴിഞ്ഞാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് അതല്ലെങ്കിൽ പീരീഡ് മാർക്ക് ചെയ്യേണ്ടത്. ദെൻ പീരീഡ്സ് ആർ യൂഷ്വലി used with most lowercase and mixed case abbreviations, and periods are used in certain uppercase abbreviations. അതായത് ലോവർ കേസ് അബ്രീവിയേഷൻസിലും അതല്ലെങ്കിൽ മിക്സഡ് കേസ് അബ്രീവിയേഷൻസിലും അതുപോലെ തന്നെ അപ്പർ കേസ് അബ്രീവിയേഷൻസിലും നമ്മൾ പീരീഡ്സ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് നോക്കൂ, AM, എക്സാമ്പിൾ, EG, എക്സെട്ര. ദെൻ അതുപോലെ തന്നെ BA, MA, MPhil കണ്ടില്ലേ. അപ്പം മിക്സഡ് കേസ് അബ്രീവിയേഷൻ ആണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലോവർ കേസ് അബ്രീവിയേഷൻ ആണെങ്കിലും അപ്പർ കേസ് അബ്രീവിയേഷൻ ആണെങ്കിലും അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പീരീഡ്സ് ഉപയോഗിക്കാം. ഇത്രയും യൂസേജസ് ആണ് പീരീഡ്സിന് പറയാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പങ്ക്ച്വേഷൻ മാർക്കാണ് ക്യാപിറ്റലൈസേഷൻ. ഇത് പലപ്പോഴും പല ആളുകളും തെറ്റിക്കുന്ന ഒരു ഏരിയയാണ് ക്യാപിറ്റലൈസേഷൻ. Capitalization refers to writing the first letter of a word in upper case and the rest in lower case. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ സെൻറ്റൻസിൻ്റെ അപ്പർ കേസ്, അതായത് ഫസ്റ്റ് ലെറ്റർ ഓഫ് എ വേർഡ്, അതായത് ആദ്യത്തെ ലെറ്റർ മാത്രം അപ്പർ കേസിലും ബാക്കി ദ റെസ്റ്റ് ഇൻ ലോവർ കേസ്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ദെൻ ആസ് ആൻ അക്കാദമിക് റൈറ്റർ യു ആർ അഡ്വൈസ്ഡ് ടു യൂസ് ക്യാപിറ്റലൈസേഷൻ ഇഫ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. പക്ഷേ നിങ്ങൾക്ക് ഒരു അക്കാദമിക് റൈറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് ക്യാപിറ്റലൈസേഷൻ ഓൺലി ഇഫ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. അതായത് ഫുള്ളി ക്യാപിറ്റലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സെലക്ട് ഇറ്റ്. ബട്ട് റൈറ്റിംഗ് വേർഡ്സ് ഇൻ ഓൾ ക്യാപ്സ് ഈവൻ ടു എംഫസൈസ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഇൻ ഫോമൽ റൈറ്റിംഗ്. പക്ഷേ സാധാരണയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് പരിഗണിക്കാറില്ല ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ. അതായത് എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ടു എംഫസൈസ്, നിങ്ങൾ എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്ററിൽ കംപ്ലീറ്റ് എഴുതാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഫോമൽ. ഓക്കെ. അതുപോലെ തന്നെ in addition to the first words of sentence the following are always capitalized. നോക്കൂ, ഇത് കൂടാതെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ വേർഡ്സ് ഓഫ് എ ടൈറ്റിൽ, ഒരു ടൈറ്റിലെ മെയിൻ വേർഡ്സിനെ നമുക്ക് ക്യാപിറ്റലൈസേഷനിൽ ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺസ്, അതായത് പ്രോപ്പർ നൗൺസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണെന്ത്, ഗ്രേഷ്യൻ ഓൺ, ഗ്രേഷ്യൻ ഓൺ, ഗ്രീസ് എന്നുള്ള പ്രോപ്പർ നൗണിൽ നിന്നും വന്നതാണ് ഗ്രേഷ്യൻ ഓൺ. അപ്പോൾ ജി എന്നുള്ളത് ആദ്യത്തെ ലെറ്റർ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഡേയ്സ് ആൻഡ് മന്ത്സ്, ഇതും നമുക്ക് ക്യാപിറ്റലൈസേഷൻ നടത്താം. അപ്പോൾ മെയിൻ വേർഡ്സ് ഓഫ് എ ടൈറ്റിൽ, ദെൻ അതുപോലെ തന്നെ പ്രോപ്പർ നൗൺസ്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺ, ഡേയ്സ് ആൻഡ് മന്ത്സ്,
ഇതൊക്കെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എക്സെട്ര. അപ്പോൾ ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസേഷനിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്ന ഏരിയ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റൈൽ ഗൈഡ്സ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ.